ഒരിക്കലും ഞാൻ പറയുന്ന അഹങ്കാരമെന്ന് വിചാരിക്കല്ലേ. ഞാൻ വീണ്ടും ഒരു ജാമ്യം എടുത്തിട്ടാണ് പറയുന്നത്. ഇന്ന് വരെ എനിക്ക് ടെൻഷൻ ഉണ്ടായിട്ടില്ല. പക്ഷേ ടെൻഷൻ എനിക്ക് ഒരു കാര്യത്തിലുണ്ടായിട്ടുണ്ട്. ഒരു കാര്യത്തിൽ എനിക്ക് എന്നും ടെൻഷനാണ്. ഷൂട്ടിങ്ങിൽ വരുമ്പോൾ സ്ക്രിപ്റ്റ് ഉണ്ടാവുകയില്ല. എല്ലാവരും വന്നങ്ങനെ ഇരിക്കും. ആർട്ടിസ്റ്റുകളൊക്കെ ഇങ്ങനെ റെഡി ആയിട്ടിരിക്കുക. ഇവിടെ നടക്കുന്നില്ല. സ്ക്രിപ്റ്റില്ലാത്തപ്പോൾ ഇപ്പോൾ വേണു ക്യാമറമാനാണ്, അല്ലെങ്കിൽ കുട്ടേട്ടനൊക്കെ കുട്ടേട്ടനൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ക്യാമറ അങ്ങനെ ലൈറ്റപ്പ് എന്നൊക്കെ പറഞ്ഞ് നിൽക്കും. വരാത്തതിൻ്റെ കാരണം കടലാസിങ്ങ് വന്നിട്ടില്ല. അപ്പോൾ സിദ്ധിയിലാലും പാച്ചിക്കന്ന് അങ്ങനെ വരില്ല. എന്നാലും അത് കറക്ഷൻ ഉണ്ടാവും. പാച്ചിക്കയുടെ ഭാഗത്ത് അങ്ങനെ പാച്ചിക്ക ഉണ്ടെങ്കിൽ തന്നെ അതിനെ കറക്റ്റ് ചെയ്തിട്ട് അറിയില്ല. വേറെ പല സിനിമകളും ചെയ്യുമ്പോൾ ടെൻഷനാണ്. കാരണം മറന്നുകൊണ്ട് പൈസ മാത്രമല്ല, നമ്മൾ ബഹുമാനിക്കുന്ന ആർട്ടിസ്റ്റാണ് തിരച്ചേട്ടനിലെ മോഹൻലാലും മമ്മൂക്ക ഒക്കെ വന്നിട്ട് ഇരിക്കുക. അവരോടൊന്നും അവർ ചോദിക്കില്ല, എന്നോടും ചോദിക്കില്ല. അയാൾക്കറിയാം നമ്മൾ വിഷമിച്ചിരിക്കുകയാണ്. പക്ഷെ മുഖത്തേക്ക് ഇങ്ങനെ ഒരു നോട്ടം നോക്കും. ഒന്നും മിണ്ടില്ല, ആരും ഒന്നും മിണ്ടില്ല. താനെന്തോ ഒന്നും ചോദിക്കുന്നില്ല, ഒന്നും മിണ്ടില്ല. അന്നേരം ആകുമ്പോൾ ഒരു ഊണ് കഴിക്കാൻ വന്നല്ലെങ്കിൽ ഞാൻ വീട്ടിൽ പോയിട്ട് വരാമെന്ന് അങ്ങനത്തെ ഉണ്ടായിട്ടില്ല. അങ്ങനത്തെ ചില ഞാനൊരു സിനിമ ചെയ്ത് തമിഴ് അഴകിയ തമിഴ് മകൻ എന്ന് പറഞ്ഞൊരു സിനിമ, അഴകിയ തമിഴ് വിജയ് വെച്ച് ചെയ്ത സിനിമയാണ്. ആ സിനിമയിലാണ് എനിക്ക് ഏറ്റവും, അതിൻ്റെ ഡയറക്ടർ ഭരതൻ പറഞ്ഞൊരു ഡയറക്ടറായിരുന്നു. അന്നാണ് ഞാൻ ഏറ്റവും ചോദിച്ചാലും പറയുന്നത്, പൈസ പോട്ടെ, പൈസ നമുക്ക് ഉണ്ടാക്കാമല്ലോ. ഈ ആർട്ടിസ്റ്റുകളുടെ മുഖത്തേക്ക് നമ്മൾക്ക് ഒരു ആർട്ടിസ്റ്റ് ഒരു ഡയറക്ടർക്ക് ഡേറ്റ് കൊടുത്താൽ തമിഴിലൊക്കെ ഡയറക്ടർക്കല്ല, അത് പുതിയ ഡയറക്ടർ എല്ലാവരും ഞാൻ തമിഴിൽ ഫ്രണ്ട്സ് ചെയ്ത് തന്നിട്ട് എനിക്ക് സ്വർഗീയത്തിലാവാം അപ്പച്ചൻ സാറാണ് ഓക്കെ എന്ന് പറഞ്ഞാണ് വരുന്നത്. പൈസ നമുക്ക് കൊടുക്കാം. പക്ഷെ അവർ വന്നിട്ട് രാവിലെ അവർ 9 മണിക്കായിട്ട് റെഡിയായിട്ട് ഇങ്ങനെ ഓടി വരികയാണ്. ഇവിടെ സെറ്റേജ് എത്തണമെന്ന് പറഞ്ഞു. എത്തിയിട്ട് അതുങ്ങൾ രാവിലെ വന്നിട്ട് വെറുതെ ഇങ്ങനെ മൂലകിരിക്കുന്നു. 1 മണി വരെ ഷോട്ട് എടുത്തിട്ടില്ല. അവരിങ്ങനെ നമ്മൾ നോക്കൂലേ. അന്നേരം നമ്മൾ ഈ രക്തം ചിലപ്പോൾ വെള്ളമായിക്കും. സിദ്ദീഖ് പുതിയ ഡയറക്ടറല്ലേ. വിജയ് അന്ന് ഇത്രയും ആയിട്ടില്ല. വിജയ് കാതലിക്ക് മര്യാദ എന്ന് പറയുന്ന എൻ്റെ അനീതിപ്ര ഫാസിൽ സാർ തമിഴ് റീമേക്ക് ചെയ്ത് ആലപ്പുഴ കൊച്ചിയിൽ ഷൂട്ട് ചെയ്ത സമയത്താണ് വിജയ് വരുന്നത്. വിജയ് ഒരു ചെറിയ പയ്യനാണ്. ഞാൻ ലൊക്കേഷൻ്റെ അടുത്ത് ഫാസിൽ സാർ എന്നെ വിജയ്ക്ക് പരിചയപ്പെടുത്തിയത്. ഇതാണ് ഈ കാതലിക്ക് മര്യാദയുടെ മലയാളം വേർഷൻ പ്രൊഡ്യൂസർ അപ്പച്ചൻ എന്ന് പറയുമ്പോൾ വിജയ് വലിയ ബഹുമാനത്തിലൊക്കെ ഇങ്ങനെ ആ കഥയൊക്കെ പറഞ്ഞ് ഇന്ന് ഊണ് കഴിക്കലും നടക്കില്ല. കഥ പറയാനുണ്ട് കേട്ടിരിക്കും. അപ്പോൾ അങ്ങനെ പരിചയപ്പെടുത്തി. അങ്ങനെയാണ് അപ്പം എനിക്കിങ്ങനെ ഒരു തമിഴ് സിനിമ ചെയ്യണമെന്ന് വിജയോട് പറഞ്ഞു. വിജയ് പറഞ്ഞൊരു റീമേക്ക് സിനിമ എടുത്തിട്ടുള്ളതാണ്. അങ്ങനെയാണ് സിദ്ദീഖിൻ്റെ ഫ്രണ്ട്സ്, ദീലാലിൻ്റെ ഫ്രണ്ട്സ് അവിടെ ചെയ്തത്. അപ്പം ഒന്ന് ചോദിച്ചു ഒന്നുകൂടെ പറഞ്ഞത് അഴകിയ തമിഴ്. അപ്പോൾ ഈ ഫ്രണ്ട്സ് ഭയങ്കര വിജയമായി. അവർ ഡിസ്ട്രിബ്യൂഷൻ എടുക്കാനൊന്നും ആൾക്കാർ വന്നില്ല. പക്ഷേ ഞാൻ സ്വന്തം റിലീസ് ചെയ്ത് 100 പ്രിൻ്റ് റിലീസ്, 100 പ്രിൻ്റും സൂപ്പർ ഹിറ്റാണ്. 100 പ്രിൻ്റും 100 ഡേയ്സ് കൂടി. വിജയ്ക്ക് ഭയങ്കര സന്തോഷമായി. അത് ഈ വാഞ്ചിനാഥൻ ദീന, മുരുകദാസിൻ്റെ ദീന, വാഞ്ചിനാഥൻ, ഫ്രണ്ട്സ് 3 ഒരേ ദിവസമാണ് റിലീസ്. 2001 പൊങ്കലിന് ജനുവരി 12-ാം തീയതി. വിജയ് അന്ന് വൈകുന്നേരം 4 മണിക്ക് എൻ്റെ ഫ്ലാറ്റിൽ കയറി വന്നിട്ട് വിജയ് ഭയങ്കര സങ്കടം. സാർ നമ്മ പടത്തേക്ക് കൂട്ടം കിടയാതെ, വാഞ്ചിനാഥ ഹിറ്റ്, ദീന ഹിറ്റ്, നമ്മ പടത്തേക്ക് എങ്കേ ആൾ കിടയാതെ. ഞാൻ വിഷമത്തിലായി. പക്ഷേ എനിക്കറിയാം ഈ ഫാസിൽ സാറിൻ്റെയൊക്കെ സിനിമകൾ ആദ്യത്തെ ദിവസം ആളുണ്ടാക്കിയില്ല, 2ാമത്തെ ദിവസം ഉണ്ടായില്ല. ഞായറാഴ്ച തിങ്കളാഴ്ച നോക്കുമ്പോൾ നമ്മുടെ അത് കാരണം എനിക്ക് അശേഷം ഭയങ്കര ഈ പിന്നെ വിജയുടെ അച്ഛൻ ചന്ദ്രശേഖർ സാർ പറയണത് എൻ്റെ ഓവർസീസ് വിട്ടിട്ടില്ല, OTT സാലറി വിട്ടിട്ടില്ല, ഏരിയ വിട്ടിട്ടില്ല. എന്താ പ്രൊഡ്യൂസർ എന്നെ മൂടത്തരം പണ്ടറാരാ. കാരണം ഞാൻ കാണിക്കുന്ന മുഴുവൻ പൊട്ടത്തരാണ്. കാരണം 6.25 കോടി രൂപയാണ് അതിൻ്റെ ചിലവ്. സ്വന്തം പൈസ നമ്മുടെ അവിടെ നിന്ന് കടമൊക്കെ മേടിച്ചിട്ടിരിക്കുകയായിരുന്നു. മൊത്തം പോകുന്നതാണ് ഇവർ. വിജയുടെ മനസ്സിൽ വിജയ് പറഞ്ഞ സാറേ ഏതോ ഒന്ന് വിറ്റ്. ഞാൻ പറയും വിജയ് നിങ്ങൾ അമ്മതിയേരി നാളേക്ക് നമ്മൾ 2ാമത്തെ ദിവസം ശനിയാഴ്ച വന്നു വിജയ് പറയും കൂട്ടം കമ്മി കൂട്ടമില്ല, നമ്മ പടത്തിൽ വാഞ്ചിനാഥൻ എടുത്തത്. അപ്പോൾ ഈ വിജയോടെല്ലാം ഈ തിയേറ്ററിലുള്ള ആൾക്കാരൊക്കെ വിജയനെ വിളിച്ച് തിയേറ്റർ ഓണർമാർ ഇവിടുന്ന് തിരുപ്പൂർ സുബ്രഹ്മണ്യം മറ്റേ അവിടെ ഓരോ തിയേറ്ററുകൾ വിജയ് ഇപ്പോൾ പടത്തേക്ക് കളക്ഷൻ അവർ DCR നോക്കുകയുള്ളൂ, കളക്ഷൻ മാത്രമേ നോക്കുകയുള്ളൂ. ഈ തിയേറ്ററിന് ഉള്ളിൽ നടക്കുന്ന അവർ അങ്ങനെ ചിന്തിക്കില്ല. അവർക്കത് മനസ്സിലാകില്ല. ഈ തിയേറ്റർ മുതലാളിമാർക്ക് ഒരു കുഴപ്പമുണ്ട്. അവർക്ക് കളക്ഷനാണ്. ഈ ഇന്നത്തെ ഇന്നുണ്ട്, നാളെ വരും എന്നുള്ള പ്രതീക്ഷ അവർക്ക്. ഇന്നില്ലെങ്കിൽ അവർക്ക് പടം നിർത്താന്നുള്ള രീതിയിലാണ്. ഞാൻ പറയും വിജയ് തിങ്കളാഴ്ച വരെ വെയിറ്റ് ചെയ്യും. തിങ്കളാഴ്ച വരെ എനിക്ക് വേണ്ടി. ഞാൻ വളരെ സങ്കടപ്പെട്ട വിജയ്. പക്ഷേ വിജയ് വളരെ ബഹുമാനം തന്നിട്ടാണ് കേട്ടോ. കാരണം അത് തിങ്കളാഴ്ച കഴിഞ്ഞപ്പോൾ നമ്മുടെ പടത്തിന് ഈ 4 ഷോയ്ക്ക് ഓരോരോ ഷോയുടെ ആൾ പുറത്താണ്. തിങ്കളാഴ്ച 4 മണിക്ക് വിജയ് എൻ്റെ ഫ്ലാറ്റിൽ വന്നപ്പോൾ ഭയങ്കര സന്തോഷത്തോടെ കൈയെടുത്തു. സാർ
நம்ம படத்துக்கு பெரிய கூட்டம் தான், மீதி எல்லா படத்துக்கு அந்த அளவுக்கு ஆளு, நம்ம பெரிய கூட்டம். நம்ம தியேட்டருக்கு வந்து சார் எல்லா தியேറ്റർ ഓണേഴ്സും சொல்கிறாரு കലകലാരം இருக்குது, കലകലകാരം இருக்குது. കാരണം തിയേറ്ററുകളൊക്കെ ഭയങ്കര ചിരി അത്രയും കോമഡിയുള്ള ഒരു പടം തമിഴ്നാട്ടിൽ ആരും കണ്ടിട്ടില്ല. ഇപ്പോഴും ഞങ്ങളിപ്പോൾ ഫ്രണ്ട്സ് രണ്ടാമത് റീമാസ്റ്റർ ചെയ്ത് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ സൂര്യ അഭിനയിച്ച അന്ന് സൂര്യ പുതുമുഖമാണല്ലോ, സൂര്യ പുതുമുഖം. വിജയൻ അങ്ങോട്ട് കയറി വരുന്നതേ ഉള്ളൂ. വിജയൻ സൂര്യയല്ലേ, അവർക്ക് അറിയത്തില്ലല്ലോ, സൂര്യനെ അറിയത്തില്ലല്ലോ, ഒരു പുതുമുഖമല്ലേ മറ്റേ ആളുകൾ. സൂര്യയുടെ ലൈഫ് അതല്ലേ. ആ പടത്തിൽ സൂര്യ ഇല്ല. സൂര്യനെ വിളിക്കാൻ വേണ്ടി ഞാൻ ടി.ആർ. ശേഖർ സാറിന് സൂര്യയുടെ വീട്ടിൽ ചെല്ലുമ്പോൾ അദ്ദേഹത്തിൻ്റെ പിതാവ് പിന്നെ അവൻ നടിക്കത്തില്ല, അത് ശിവകുമാർ സാറ് ഞാൻ ടി.ആർ. ശേഖർ സാറിൻ്റെ എഡിറ്റർ ശേഖർ സാർ പഴയ ആളാണ് മനുഷ്യ ബാബു. അപ്പോൾ പറയണത് അവനെ നടിക്കത്തിരിയത് സാർ, എനിക്ക് അവന് തൊന്തരവ് കൊണ്ടോ വേണ്ട, ചാർട്ടേഡ് അക്കൗണ്ടൻസി പഠിക്കാൻ പോകുമ്പോൾ പോലെ. അപ്പോൾ ഞാൻ ചോദിച്ചു സാറേ സൂര്യയുടെ ഉണ്ട്, ഇല്ല ക്രിക്കറ്റ് കളിയുടെ പോകുന്നത്, നിങ്ങൾ അവന് തൊന്തരവ് കൊണ്ടത് പോ ഗെറ്റ് ഔട്ട് അടിച്ചില്ലെന്നേ ഉള്ളൂ. അതേ രീതിയിൽ പറഞ്ഞു വിട്ടു ഞങ്ങളെ. പക്ഷേ ഇത് ചെന്ന വിവരം അമ്മ പറഞ്ഞിട്ടുണ്ടാവും ഇവനോട്, അമ്മയ്ക്ക് താല്പര്യം, അമ്മ ഇങ്ങനെ പുറകിൽ വന്നിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അമ്മ പോയിട്ട് പറഞ്ഞതായിരിക്കും. സൂര്യ പിറ്റേ ദിവസം വൈകുന്നേരം 4 മണിക്ക് എൻ്റെ ഫ്ലാറ്റിൽ വന്നു, മദ്രാസിൽ അശോക് ഫ്ലാറ്റിൽ വന്നിട്ട് സൂര്യ വന്നിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ഞാനിങ്ങനെ കസേരയിൽ ഇരിക്കാൻ പറഞ്ഞ് സൂര്യ ഇരിക്കുന്നില്ല. കാരണം സൂര്യക്ക് പടത്തിൽ അഭിനയിക്കുന്നത് ഭയങ്കര ആഗ്രഹമല്ല. അങ്ങനെ കഥ പറഞ്ഞ് അങ്ങനെ വന്ന പടമാണ്. ആ ഒറ്റ പടത്തിൽ വിജയ്ക്ക് ഈക്വലല്ലേ പടം കൊണ്ട്. സൂര്യ എവിടെയോ പോയി. അപ്പോൾ അത് ഒരു നിമിത്തം. അപ്പോൾ അങ്ങനെ വന്നപ്പോഴാണ് അഴകിയ തമിഴിലേക്ക് ഇത് കാരണമാണ് അവർ ഡേറ്റ് തന്നത്. പക്ഷേ ഞാൻ ഇവിടെ നീ വിജയുടെ അടുത്ത് ആ ഉത്തരത്തിലേക്ക് വരാനുള്ള വഴിയാട്ടോ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ഇത് ഹിറ്റായി കഴിഞ്ഞപ്പോൾ വിജയ് സന്തോഷമായപ്പോൾ ഞാൻ പറഞ്ഞു, വിജയ് എനിക്കൊരു ഡേറ്റ് കൂടെ തന്നു സാർ, നിങ്ങൾ എപ്പോൾ വേണേൽ പണ്ടാ സാർ, നിങ്ങൾ കേട്ടാൽ പോകും, നിങ്ങൾ ഞാൻ റെഡി. വിജയ്ക്ക് ഭയങ്കര സന്തോഷമായില്ലേ അന്ന്, ഭയങ്കര. കാരണം ഞാൻ അതിന് മുമ്പ് ഒരു കഥ എങ്ങനെയുണ്ട്, കാതലിക്ക മര്യാദയിൽ വിജയുടെ ശമ്പളം 17 ലക്ഷമാണ് ശിങ്കിരി ഗുരുവിന് കൊടുത്തത്. ഞാൻ അന്ന് പറഞ്ഞു ഇത് ഹിറ്റായി കഴിഞ്ഞാൽ നമുക്ക് ശമ്പളം 1 കോടിയാവും വിജയ് എന്ന് പറഞ്ഞു. വിജയ് എന്നിട്ട് കാര്യം സാർ 50 ലാക്സ് കിടച്ചപ്പോൾ ഒന്ന് വിജയ് പറഞ്ഞു. അത് കഴിഞ്ഞ പടത്തിന് 1 കാലം മേടിച്ചത്. എൻ്റെ പടത്തിന് ഫ്രണ്ട്സിന് വന്നപ്പോൾ 2 അപ്പോൾ ഞാൻ 2 എനിക്ക് கொஞ்சம் കമ്മി പണങ്ങണം, കാരണം ഈ പടം ഹിറ്റാണ്. ഓക്കെ സാർ ഒക്കെ കമ്മി പണങ്ങണം. അപ്പോൾ ഈ അഴകിയ തമിഴ് സമയത്ത് വിജയ് വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത് 8 9 മറ്റായി. പക്ഷേ എന്നോട് അദ്ദേഹത്തിന് 7 രൂപ മേടിച്ചുള്ളൂ. അപ്പോൾ ഒരു റെസ്പെക്റ്റാണ്. അങ്ങനെ ഒന്ന് ഞാനിവിടുന്ന് ഒരുപാട് നമ്മുടെ ഞാൻ ചെയ്ത പടമാണല്ലോ, ജോഷി സംവിധാനം ചെയ്ത പടം സ്പിരിറ്റ് കിടക്കുന്ന റൺവേയുടെ പ്രിന്റ് കൊണ്ട് ഞാൻ കാണിച്ചു റീമേക്ക് ചെയ്യാൻ വേണ്ടി. റൺവേയുടെ പ്രിന്റ് കൊണ്ട് കണ്ടാൽ ഞാൻ റിലീസ് ചെയ്ത പടം, ജോഷിയുടെ ചെയ്ത പടം. വിജയുടെ അപ്പൻ, വിജയുടെ അമ്മ, വിജയുടെ ഭാര്യ, ഞാനോ ഒക്കെ ഉണ്ട്, എല്ലാവരും കൂടിയിട്ട്. അപ്പോൾ സിദ്ധീനെ കൊണ്ട് ജയിക്കാമല്ലോ, റൺവേ ചെയ്ത കറക്റ്റായിരുന്നു എന്ന് പറഞ്ഞ് അവിടെ കൂട്ടിയിട്ട് റൺവേ കണ്ടപ്പോൾ വിജയ്ക്ക് വിജയ് ചെയ്യാനുണ്ട്. അപ്പൻ എന്ത് ചെയ്താൽ സമ്മതിക്കുന്നില്ല, അല്ലെങ്കിൽ ആ റൺവേ ചെയ്താൽ മതിയായിരുന്നു. അങ്ങനെ പിന്നെ ഞാനിവിടുന്ന് കുറേ ആൾക്കാരെ കൊണ്ടുപോയി കഥ പറയിപ്പിക്കാൻ വേണ്ടിയിട്ട്. തമിഴിൽ ഇപ്പം പറഞ്ഞ ചേരൻ അഡ്വാൻസ് കൊടുത്തു, മഹാരാജന് അഡ്വാൻസ് കൊടുത്തു, SJ സൂര്യക്ക് അഡ്വാൻസ് കൊടുത്തു. ഈ വിജയ് ഓരോ ഇന്ന സാർ അന്ത ഡയറക്ടർ ഓക്കെ. SJ സൂര്യ വന്നിട്ട് കഥ പറഞ്ഞു, ഇഷ്ടപ്പെട്ടില്ല. മഹാരാജൻ വന്നിട്ട് കഥ പറഞ്ഞു, അന്നൊക്കെ അവരൊക്കെ തിളങ്ങി നിന്നിട്ടായിരുന്നല്ലേ. ചേരൻ്റെ കൂടെ നിന്ന് ചേരൻ വന്നിട്ട് ഇഷ്ടപ്പെട്ടു. അവസാനം ഞാൻ പറഞ്ഞു, വിജയ് സാർ നീங்களே ഒരു ഡയറക്ടർ ഞാൻ പ്രൊഡ്യൂസ് പണിക്കില്ല, ഉങ്ക ഇഷ്ടത്തിന് വന്നു. അപ്പടിയാ ഓക്കെ. അങ്ങനെ പറഞ്ഞ് പുള്ളി കൊണ്ടുവന്നതാണ് ഭരതൻ എന്ന് പറയുന്ന തെലുങ്കിൽ ബംഗാരം ചെയ്ത ഒരു അതിൻ്റെ റൈറ്ററായിരുന്നു, അയാളെ ഡയറക്ടറാക്കി. അങ്ങനെ വന്ന പടമാണ് ഈ അഴകിയ തമിഴ് ചെയ്യുമ്പോൾ എനിക്ക് ഡേറ്റൊക്കെ തന്നു. അതിലൊന്നും കുഴപ്പമില്ല, എപ്പോൾ തന്നാലും നീലാങ്കര വീട്ടിൽ വിജയനെ ചെന്നാൽ കാണാൻ കുഴപ്പമില്ല, വളരെ ഫ്രണ്ടിലാണ്. പുള്ളിയുടെ മാനേജ്മെൻറ്റ് രാജേന്ദ്രൻ ഒന്ന് വിളിച്ചു പറഞ്ഞാൽ കാണാൻ പറ്റും ചെല്ലാനും. വിജയ് ഡേറ്റ് എല്ലാം ഓക്കെ ആക്കി, ഷൂട്ടിങ്ങിനെല്ലാം ബാക്കി ഹീറോയിനെ വേണമെന്ന് പറഞ്ഞു, ശ്രേയാശാരൻ വേണമെന്ന് പറഞ്ഞു, ബോംബെയാണ് 55 ലക്ഷം രൂപ ശേഖാശാരൻ വേണം. അതെല്ലാം ഫിക്സ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഷൂട്ടിങ്ങിന് പോകുന്ന ഡേറ്റും ഒക്കെ ചെയ്തു വിജയ്. അപ്പം മ്യൂസിക് ഡയറക്ടറെ മാത്രം ഫിക്സ് ചെയ്തിട്ടില്ല. വിജയ് ഡേറ്റൊക്കെ ഓക്കെ ആയിട്ട് എന്നോട് വളരെ വൈകുന്നേരം വീട്ടിൽ അടുത്തിരുത്തി പതുക്കെ എൻ്റെ കാലിൽ ഇങ്ങനെ ഭയങ്കര സോഫ്റ്റായിട്ട് വന്നിട്ട് വിജയ് എന്നോട് പറയാം, സാർ ഇത് കറക്റ്റ് കാര്യങ്ങളാട്ടോ ഞാൻ പറയാം, നമ്മൾ ഒട്ടും അതിശയത്തില്ല സാർ, എനിക്കൊരു ചിന്ന ആശയമുണ്ട് സാർ. അപ്പോൾ ചിന്ന ആശ എന്ന് പറഞ്ഞപ്പോൾ തന്നെ എനിക്കൊരു പേടിയായി, ഒന്നെങ്കിൽ ഇത് ഡേറ്റ് തള്ളിപ്പോകില്ലോ ദൈവമേ. കാരണം നമ്മളിതെല്ലാം വെച്ചിട്ട് ഫൈനാൻസും കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിരിക്കുന്നത്, നടന്നിട്ടില്ലെങ്കിൽ. കാരണം കുറേ നടക്കാൻ ഇനി ഏതോ ഡയറക്ടറെ പിടിക്കാനായിരിക്കും പറയുക, അവിടെ കൊണ്ടുപോയി പൈസ കൊടുക്കും. കുറേ പൈസ പോയേ ഡയറക്ടർമാർക്ക് കൊടുത്തിട്ട്. സുലിന്ദ് തമ്പി അപ്പോഴത്തേക്ക് എൻ്റെ
പുള്ളി പറഞ്ഞു എ.ആർ. റഹ്മാൻ മ്യൂസിക്കിൽ എന്നെ നാട വെക്കലാമോ. അതായത് ഈ സിനിമയ്ക്ക് എ.ആർ. റഹ്മാനെ മ്യൂസിക് ഡയറക്ടറായിട്ട് ഫിക്സ് ചെയ്യണമെന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. സിനിമ സ്റ്റൈലിൽ പറയുള്ളൂ, വളരെ ലളിതമായിട്ട് എ.ആർ. റഹ്മാൻ മ്യൂസിക്കിൽ എന്നെ ഒന്ന് ആട വെക്കലാമോ. വേറൊരു മ്യൂസിക് ഡയറക്ടറാണെങ്കിൽ നമുക്ക് 10 ലക്ഷം രൂപ മതി. വേറെ ഏത് മ്യൂസിക് ഡയറക്ടർ വന്നിരിക്കുന്ന ഇളരാജയൊക്കെ ആണെന്ന്. പക്ഷേ എ.ആർ. റഹ്മാൻ എന്ന് പറയാൻ പ്രശ്നമല്ല, നമുക്ക് പൈസ എവിടെയെങ്കിലും കടം വാങ്ങിയാൽ മറുപടി തരും. എത്ര ചോദിച്ചാൽ എനിക്ക് ദൈവസാഹിത്യം മദ്രാസിന് മറുപടി. പക്ഷേ ഈ ശങ്കറിനും മണിരത്നത്തിനും മാത്രമേ തമിഴിൽ എ.ആർ. റഹ്മാൻ ചെയ്യുള്ളൂ. ശങ്കർ മണിരത്നം ഹിന്ദിയിൽ വേറെ ചെയ്യും, ഹിന്ദിയിൽ. അപ്പോൾ ഈ ശങ്കറും അല്ല മണിരത്നം, ഇത് ഭരതൻ എന്ന് പറയുന്ന ഒരു ഡയറക്ടറല്ലേ, എങ്ങനെ പോയി ചോദിക്കും? അവർക്ക് ഈ മ്യൂസിക് ഡയറക്ടർ നോക്കുമ്പോൾ മ്യൂസിക് ഡയറക്ടർ ആരും ഒരു ശങ്കർ മണിരത്നം ചെയ്യും, ഒരു ടോപ്പല്ലേ. അപ്പോൾ എനിക്ക് പണ്ട് എനിക്ക് ഈ ഇദ്ദേഹത്തിൻ്റെ പേര് ആദ്യം ദിലീപാണെന്നല്ലോ. ദിലീപ് എന്നാണ് മലയാളി. എനിക്ക് ഇദ്ദേഹത്തിൻ്റെ എൻ്റെ ഒരു പാട്ടിന് റീൽക്കാർഡ് ഈ കീബോർഡ് വന്നപ്പോൾ റീൽക്കാർഡ് വായിക്കാൻ വേണ്ടി വന്ന ഒരു ചെറിയൊരു പരിചയമുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മാനേജറിൻ്റെ ഫോൺ നമ്പർ എടുത്ത് സ്വാമി എന്ന് പറയുന്നത്, സ്വാമിയുടെ അടുത്ത് പറഞ്ഞിട്ട് ഞാൻ അപ്പോയിൻറ്റ് മേടിച്ച് വൈകുന്നേരം പോയി കണ്ടപ്പോൾ റഹ്മാൻ എടുത്തിരുന്നു. അയ്യോ എന്നെ ഇവിടെ താങ്ങ മുടിയാതെ, എൻ്റെ സാലറി നിങ്ങൾക്ക് താങ്ങ മുടിയാതെ, അതായത് എൻ്റെ ശമ്പളം നിങ്ങൾക്ക് താങ്ങ മുടിയാതെ, അത് നടക്കാൻ പറ്റില്ല സാർ. ഞാൻ മണിരത്നം സാർ, ശങ്കർ സാർ തമ്മിൽ ഞാൻ വേറെ ആർക്കും ഇല്ല. പുള്ളി എന്നെ ദിവസം നടക്കില്ലാന്ന രീതിയിൽ പറഞ്ഞു. പക്ഷെ എന്നാലും പുള്ളിക്ക് സാർ സാലറി പ്രശ്നം പണ വേണ്ട സാർ, ഞാൻ തരണം ഇത്. അപ്പോൾ ഞാൻ കുറച്ച് എൻ്റെതായ ഭവ്യതയിലൊക്കെ എന്തൊക്കെയോ പറഞ്ഞു പുള്ളിക്ക്. അപ്പോൾ അയാൾ പണലാന്നുള്ള രീതിയിലാക്കി. അങ്ങനെ പറഞ്ഞ് ശമ്പളം ഹിന്ദിയിൽ അദ്ദേഹം 2 കോടിയാണ് മേടിക്കുന്നത്. അപ്പം എൻ്റെ ശമ്പളം എവിടെയെന്ന് നിങ്ങൾക്ക് തിരിയുമെന്ന് അത് കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു 2 കോടി. സാർ അത് ഹിന്ദിയല്ലേ സാർ, ഹിന്ദിയല്ലേ, തമിഴ്. അങ്ങനെ പറഞ്ഞ് അദ്ദേഹം രൂപയ്ക്കാണ് ചെയ്തു തന്നു. അങ്ങനെ വന്നപ്പോട്ട് ഞാൻ പിന്നെ ഒരു അഡ്വാൻസ് കൊടുത്തിട്ട് വിജയുടെ അടുത്ത് വന്നു പറഞ്ഞു ഞാനത് ഫിക്സ് ചെയ്തു എന്ന് വിജയുടെ അടുത്ത് പറഞ്ഞപ്പോൾ വിജയ്ക്ക് സത്യം ഞാൻ പറഞ്ഞു വിജയ്ക്ക് വിശ്വാസമില്ല. ഞാനെന്തോ വേറെ പെട്ടെന്ന് ഞാൻ പറഞ്ഞു അവർക്ക് വിശ്വാസമായില്ല. കാരണം ഞങ്ങൾ പോയി പിറ്റേ ദിവസം വന്നിട്ട് 2 ദിവസം വന്നു കഴിഞ്ഞിട്ട് സാർ എ.ആർ. റഹ്മാൻ ഒക്കെ പണിയാച്ചെന്ന് പറഞ്ഞപ്പോൾ എ.ആർ. റഹ്മാനെ കിട്ടിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പടം നേരം നടക്കില്ല. പുള്ളി ഡേറ്റ് എടുത്ത് മാറ്റും ഉറപ്പ്. ആ ഒരു ഇതിലാ പുള്ളിയോട് പറഞ്ഞിരിക്കുന്ന മാനസികാവസ്ഥയിലും ഒരു ശരീരഭാഷയിലോ പറഞ്ഞിരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി. പ്രസൻറ്റേഷൻ ആടെ വെക്കലാമെന്നൊക്കെ ചോദിച്ചാലും നമുക്ക് മനസ്സിലായില്ല വേറൊരു ആളാണ് ഈ പുള്ളി. ഈ പുള്ളിയുടെ അടുത്ത് നോ പറഞ്ഞാൽ പിന്നെ രണ്ടാമതുള്ള ഒരു കാര്യമില്ല. ഒരു വ്യക്തിത്വമുള്ള മനുഷ്യനാണ്, അതുകൂടി ഞാൻ പറഞ്ഞേക്കാം. ഒരു പവർഫുൾ മാനാണ് വിജയ്, പവർഫുള്ളാണ്. തീരുമാനിച്ചത് അത് വേറെ യാതൊരു കാര്യമില്ല. എത്ര ശക്തി വന്നുണ്ട്, എത്ര പവർഫുൾ. നമ്മൾ സിനിമ കാണുന്നത് പവർഫുൾ മാൻ തന്നെയാണ്. അത് പുള്ളി അഭിനയിക്കുന്ന ഈ കഥാപാത്രങ്ങളുണ്ട് പവർഫുൾ. നല്ല മനുഷ്യനാണ്, വളരെ വളരെ നല്ല മനുഷ്യൻ. അല്ലെങ്കിൽ ഈ കേരളത്തിൽ കിടക്കുന്ന എനിക്ക് 2 ഡേറ്റ് തന്നില്ലേ, എന്തിന് എന്നെ ചേർത്തെടുത്തു? അത് ഇപ്പോഴും നമ്മൾ ചെന്ന് നോക്കി. ഇപ്പം ഞാൻ കാര്യത്തിന് വേണ്ടി പോയതില്ല, ഞാൻ അഭിനന്ദ സാർ സോറി സാർ എന്ന് പറഞ്ഞ് എന്നെ വിട്ടു. വേറെ കാര്യമില്ല. പുള്ളി ഇപ്പോൾ അടുത്ത സിനിമ കഴിഞ്ഞിട്ട് പിന്നെ രാഷ്ട്രീയത്തിൽ പോകുക, അത് കാരണം ഒരുപാട്. അപ്പോൾ എന്നിട്ട് ഈ പുള്ളിക്ക് വിശ്വാസം വരുന്നില്ല. അടുത്ത ചോദ്യമാണ് വിജയ് എന്നോട് ചോദിക്കുന്നത്, സാർ നമുക്ക് റഹ്മാൻ സാർ കൂടെ ഒരു ഫോട്ടോ എടുക്കലാമോ? നമുക്ക് റഹ്മാൻ സാറിൻ്റെ കൂടെ നാളെ പോയിട്ട് ഫോട്ടോ എടുക്കാം, ഫിക്സ് ചെയ്ത ഫോട്ടോ എടുക്കാമല്ലോ, ഫിക്സ് ചെയ്താലോ. അങ്ങനെ വേറെ ഞാൻ സ്വാമിയോട് പറഞ്ഞു, സ്വാമി ഇങ്ങനെ ഹീറോയും ഞാനിവിടെ നിന്ന് ഫോട്ടോ വേണമെന്ന് വിജയ് സാർ പറഞ്ഞു. അടുക്കള ഞങ്ങൾ പിന്നെ ഞാനും വിജയ് ഇവിടെ പോയിട്ട് ഡയറക്ടറിനോട് കൂടി ഫോട്ടോ എടുത്ത് കഴിഞ്ഞ് ഷെയ്ക്കാൻ്റെ കൊടുത്തപ്പോഴാണ് വിജയ്ക്ക് ഉറപ്പായി. അങ്ങനെയാണ് അത് കാര്യം. ഇനിയും ഒരു കാര്യം കൂടെ അതിലൂടെ പറയാറുണ്ട്, അതിനെ പറഞ്ഞ് നിങ്ങൾ മുഷിപ്പിക്കുന്നില്ല. അങ്ങനെ വന്നതാണ് അഴകിയ കമ്പഴമകൻ. അഴകിയ കമ്പഴമകൻ അങ്ങനെ വന്നതാണ്. എനിക്ക് ലാഭം കിട്ടിയ പടം കേട്ടോ, എനിക്ക് ലാഭം കിട്ടിയ പടം. അത് ആ ഡയറക്ടർ അവിടെയാണ് ഞാൻ തീരുന്നത്. ഡയറക്ടറേറ്റ് സ്ക്രിപ്റ്റുമില്ല, ഒന്നുമില്ല. ഷൂട്ടിംഗ് സമയത്ത് വരും. ഞാൻ വിഷമിച്ച് ശരിക്കും പോയി 200 ദിവസം മറ്റോ ഷൂട്ട് ചെയ്തു. ഒരു 110 ദിവസം കഴിഞ്ഞ് പിന്നെ ഞാൻ ലൊക്കേഷനിലേക്ക് പോയില്ല. കാരണം ഇത് കാണാൻ പറ്റുന്നില്ല. മാനേജർ പൈസ കൊടുത്തോട്ടെ, പൈസ കൊടുത്തു. പിന്നെ ഞാൻ ഷൂട്ടിങ്ങിൽ ഡബിങ് തിയേറ്ററിലേക്ക് പോകും. അപ്പോൾ അത് സൂര്യയ്ക്ക് അറിയാം, അത് വിജയ്ക്ക് അറിയാം. പക്ഷേ വിജയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. വിജയ് പറഞ്ഞിട്ടില്ല വെച്ചത്, വിജയ് വെച്ചിട്ട് വെച്ചത്. റിലീസിൻ്റെ നമ്മളിപ്പം ജൂലൈ 12-ാം തീയതി ഇന്ത്യൻ ഉണ്ടെന്ന് പറയുന്നു. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ കുറച്ചുകൂടെ ഇച്ചിരി കൂടെ നീട്ടി അതിൻ്റെ ഒരു ഇത് അനുസരിച്ച് ജൂലൈയിൽ എന്തായാലും റിലീസ് കാണും. അതാണ്
അല്ല അത് അന്നേരത്തെ നമ്മളിപ്പം അന്നത്തെ സമയത്ത് ഇതുപോലെ മാക്സിമം തിയേറ്ററുകൾ അതുമല്ല കഴിയുന്നത് ഞങ്ങൾ ഈ 4K അറ്റ്മോസ് ഉള്ള തിയേറ്റർ എന്നാണ് റിലീസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ ഈ സ്ഫടികം നമ്മൾ 5.1 7.1 ഉള്ള തിയേറ്ററിൽ കൊടുത്തപ്പോഴേ ആ ഒരു സുഖം കിട്ടിയില്ല. അറ്റ്മോസ് ഉള്ള തിയേറ്ററിൽ തന്നെയാണ് നമ്മൾ റിലീസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ 7.1 ഉള്ള തിയേറ്ററിലും ചെയ്യാൻ ആഗ്രഹമുണ്ട്.